നാം പലപ്പോഴും ഞാൻ അറിഞ്ഞത് പ്രകാരം ഈ ഗാന്ധി പാർക്കിൽ വെച്ചുകൊണ്ട് തന്നെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ പ്രഭാഷണം നടത്തിയ ഒരു പ്രബോധകനായിരുന്നു മുജാഹിദ് ബാലുശ്ശേരി എന്ന സഹോദരൻ. ആ മുജാഹിദ് ബാലുശ്ശേരി തീവ്രവാദം വളർത്തുന്ന ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദ് ബാലുശ്ശേരി ഏതെങ്കിലും ഒരു പള്ളിക്കുള്ളിൽ ക്യാമറ ഉണ്ടാക്കി വെച്ച് പ്രസംഗിക്കുന്ന ആളല്ല. മുജാഹിദ് ബാലുശ്ശേരി ഏതെങ്കിലും മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന ആളല്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുമൊക്കെ ഉൾപ്പെടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും 60ഓളം ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര കമ്മിറ്റി തന്നെ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഡേറ്റ് വാങ്ങിയിട്ട് മതപ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 60ഓളം ക്ഷേത്രങ്ങളിൽ, ഈ 60 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ഈ 60 ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം കേൾക്കാൻ വന്ന ആയിരക്കണക്കിന് അമ്മപെങ്ങന്മാർക്ക്, നല്ലവരായ സഹോദരങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോ മുജാഹിദ് ബാലുശ്ശേരി വർഗീയവാദിയാണെന്ന്? ഞാൻ പോയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ കരുനാഗം പള്ളിക്കലത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ഞാൻ പോകുമ്പോ എല്ലാവർക്കും 10 മിനിറ്റ് അനുവദിച്ചെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി 10 മിനിറ്റ് കഴിഞ്ഞ് പ്രസംഗം നടത്താൻ അവിടെ ഉണ്ടായിരുന്നവർ സമ്മതിച്ചില്ല. ഇനിയും പ്രസംഗിക്കണമെന്നാ പറഞ്ഞത്. അത് വർഗീയത കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നോ? ഇത് കള്ളത്തരമാണ്, ഇത് കള്ളക്കളിയാണ്. ഇവിടെ ഇരട്ടച്ചെന്നുള്ള മുഖ്യമന്ത്രിയെ ഇരട്ടത്താപ്പനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സലഫി സെന്ററിലേക്ക് മാർച്ച് നടത്തുമ്പോൾ, അതുപോലെ സത്യസേനയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ നമുക്കറിയാം ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരായ കുട്ടികൾ ഫ്രീഡം പരേഡ് നടത്തുമ്പോൾ